ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. അസ്സാം വലൈക്കും, സബാഹുൽ ഖൈർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്നലെ പിന്നെ ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷം എൻ്റെ അടുത്ത് ഈ ഫേസിലുള്ള പിമ്പിൾസ്, അതുപോലെ സൺ ടാന്, നമ്മുടെ മുഖത്തിലുണ്ടാകുന്ന കരുവാളിപ്പ്, ഇതൊക്കെ മാറിയിട്ട് ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ, അല്ലെങ്കിൽ ഗ്ലാസ് പോലെ തിളങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10 പീസ് പ്രോഡക്റ്റാണത്. അപ്പോൾ അത് 10 സ്റ്റെപ്പ് എല്ലാ ദിവസവും ചെയ്യണം. 1000 റുപ്പീസാണ് അതിന് വരുന്നത്. അപ്പോൾ ഞാനത് മേടിച്ചിട്ട് ഒരു വർഷത്തിൻ്റെ മുകളിലായി. അപ്പോൾ 1-2 തവണ യൂസ് ചെയ്ത് പിന്നെ എനിക്കത് ഉപയോഗിക്കാൻ മടിയായിട്ട് പിന്നെ അത് അവിടെ എടുത്ത് വെച്ചു. അപ്പോൾ അതിൽ ഫസ്റ്റും സെക്കൻഡും ഞാൻ അന്ന് ചെയ്തിട്ട് ആ ബോട്ടിൽ തീർന്നു പോയിട്ടുണ്ട്. ബാക്കി ബോട്ടിൽസിൻ്റെ കയ്യിലുണ്ട്. അതിൽ 3rd സ്റ്റെപ്പ് മിഞ്ഞാന്ന് ചെയ്തു. അപ്പോൾ അത് ചെയ്തപ്പോൾ ഞാൻ ഫേസിലും എൻ്റെ ബോഡിയിലൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു. അത് ഗ്ലാസ് പോലെ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ 4th സ്റ്റെപ്പ് ചെയ്തു. 4th സ്റ്റെപ്പ് ചെയ്തപ്പോൾ ഇന്ന് ഒരു ഗ്ലോ ഒക്കെ വരുന്നുണ്ട്. പൂർണ്ണമായിട്ടില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഒരു ഗ്ലോ വരുന്നുണ്ട്, മാഷാ അല്ലാഹ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇന്നലെ കുറച്ചും കൂടെ ക്ലയൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇന്നലെ 12 പേരെങ്കിലും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് പറയാനുള്ളത്, ഒരു ക്ലയൻറ്റിന് ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരുന്ന കാര്യങ്ങളാണ്. ദേഷ്യം വരുന്ന കാര്യങ്ങൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം, അതിനുവേണ്ടി നമുക്ക് ഇസ്ലാമിക്കായിട്ടും സൈക്കോളജിക്കലായിട്ടും ഇങ്ങനെ അതിനെ ഓവർകം ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മോട്ടിവേഷൻ ഞാൻ ആ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് പിന്നൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. പിന്നെ ഇന്നലെ പിന്നെ രാത്രിയിൽ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോൾ എൻ്റെ വീട്ടിലേക്ക് പോയല്ലോ. ഇന്നലെ വൈകുന്നേരം ബൂസ്റ്റ് ഉണ്ടാക്കി, പിന്നെ ബനാന, അതാണ് ഞാൻ ഇന്നലെ വൈകിട്ട് കഴിച്ചത്. അപ്പോൾ ഇക്ക പതിവ് പോലെ എന്നും വരുന്ന പോലെ ഇന്നലെയും വന്നു. പിന്നെ വന്നപ്പോൾ ചാളയാണ് കൊണ്ടുവന്നത്. പിന്നെ സോൾട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്നലെ വെറുതെ ഒരു മെസ്സേജ് ഇട്ടതാണ് ലഡു എന്നുള്ളത്. അപ്പോൾ കൊണ്ടുവരണം എന്നുള്ള തമാശക്ക് ഇട്ടതാണ്. പൊതുവേ ഞാൻ ഈ സ്വീറ്റ്സ് കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊണ്ടുവരാറില്ല. എന്നോടൊക്കെ ഷുഗർ വല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല തടി വെക്കും, അപ്പോൾ മാക്സിമം ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ തമാശക്ക് പറഞ്ഞതാണ് ലഡു എന്നുള്ളത്. കൊണ്ടുവന്ന് തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. മാഷാ അല്ലാഹ് 1 കിലോനടുത്ത് ഒരു 100 റുപ്പീസിനുള്ള ലഡു എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് കൊണ്ടുവന്ന് കരുതിയിട്ട് അത് ഒന്നിച്ച് ഒരു ദിവസം കൊണ്ട് കഴിക്കൊന്നുമില്ല. ഓരോ ദിവസവും ഓരോന്നൊക്കെ കഴിക്കുള്ളൂ. പിന്നെ മോൾക്കും ഇഷ്ടമാണ് ലഡു, എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ലഡു. ബേക്കറി പിന്നെ ഞാൻ എൻ്റെ 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയാണ് ഏറ്റവും കൂടുതൽ ബേക്കറി കഴിച്ചിട്ടുള്ളത്. പിന്നെ ഹോസ്റ്റലിലായിരുന്നല്ലോ, അവിടെയൊക്കെ പിന്നെ ബേക്കറി എന്ന് പറയുന്നത് വൈകുന്നേരം ചായക്ക് ബേക്കറി കിട്ടും. പിന്നെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നാൽ അങ്ങനെ ബേക്കറി. ഇപ്പോൾ ഞാൻ ഹലുവൊന്നും തീരെ കഴിക്കാത്ത ഒരാളാണ്. അപ്പോൾ ഹോസ്റ്റലിൽ ചെന്നതിന് ശേഷം ഹലുവയും കഴിക്കാൻ തുടങ്ങി. പക്ഷേ ഇപ്പോൾ ഞാൻ മറ്റേ കറുത്ത ഹലുവ മാത്രമേ കഴിക്കാറുള്ളൂ. ബേക്കറിയിൽ എനിക്ക് പൊതുവേ ഇഷ്ടമുള്ളത് ജാഗിരി, ലഡു, മൈസൂർ പാക്ക്, പിന്നെ പാല് കൊണ്ടുണ്ടാക്കുന്ന ഒരു തരം കേക്ക് ഉണ്ട്, അതെനിക്കിഷ്ടമാണ്. പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ്, പിന്നെ മധുരമുള്ള അവിൽ മിച്ചർ, നുറുക്കിലൊക്കെ അരിനുറുക്ക്, പിന്നെ ഒരു വട്ടത്തിലൊരു വെള്ള നുറുക്കുണ്ട്, അതൊക്കെ കഴിക്കുള്ളൂ. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശേഷങ്ങൾ പിന്നീട് ഒരിക്കൽ പറയാം. എനിക്കിഷ്ടമുള്ള ഐറ്റംസൊക്കെ മേടിച്ചിട്ട് ഒരു ദിവസം ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് കാണിക്കാനുണ്ട്. പിന്നെ ഇന്ന് കിച്ചണിൽ കയറിയിട്ട് ഞാൻ പച്ചരി കൊണ്ടാണ് ചോറ് വെച്ചത്, നെയ്ച്ചോറ് വെച്ചത്. അപ്പോൾ പച്ചരി കൊണ്ട് വെക്കാൻ കാരണം, ഇന്നലെ ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി വെള്ളത്തിലിട്ടായിരുന്നു. അപ്പോൾ പച്ചരി എടുത്തപ്പോൾ അത് ഈ ബിരിയാണി അരി പോലെ ഇരിക്കുന്നുണ്ട്. സാധാരണ പച്ചരി കുറച്ച് തിക്കായിട്ടായിരിക്കും, വെളുത്തിട്ടായിരിക്കും. പക്ഷേ കഴുകുന്നിടയിൽ എനിക്ക് ഒരു ബിരിയാണി അരി ഫീൽ ചെയ്തു. റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് കരുതി ഇങ്ങനെ ഗ്യാസുമേലാണ് നെയ്ച്ചോറ് വെച്ചത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പിന്നെ ഓട്ടോടക്കുള്ള മാവ് അരി അരച്ചിട്ട് പിന്നെ മാവ് ഉണ്ടാക്കിയിട്ട് ഓട്ടോട ചുട്ടു.
ഓട്ടോടെ ചുട്ട് കഴിയാൻ സമയത്ത് പിന്നെ ഈ നെയ്ച്ചോറ് ചെമ്പിൽ, ബിരിയാണി ചെമ്പിൽ ഉണ്ടാക്കി പിന്നെ അവസാനം വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ടോപ്പ് എടുത്തതാണ്. ആ ടോപ്പ് എടുത്തപ്പോൾ ആവി കയ്യിലെടുത്ത് കൈയൊക്കെ നല്ലപോലെ വിരലൊക്കെ നല്ലപോലെ പൊള്ളിയിട്ടുണ്ട്, ഭയങ്കര നീറ്റലുണ്ട്. പിന്നെ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ പോയിട്ട്. അപ്പം ഇന്നത്തെ ബീഫിൽ അധികം പാടയാണ് ഉള്ളത്. ചിക്കൻ അത് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഉമ്മ ചെറിയ ഉള്ളി, വെള്ളുള്ളി, ഇഞ്ചി ഇതൊക്കെ തൊലിച്ചു തന്നു. പിന്നെ കൈ പൊള്ളിയത് കാരണം ഉമ്മന്നെ കുറേ പാത്രങ്ങൾ കഴുകി വെച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബീഫ് കറിയും ഓട്ടടയും, ലഞ്ചിന് ബീഫ് കറിയും പച്ചരി നെയ്ച്ചോറ്. പച്ചരി കൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ചോറ് വെക്കുന്നത്. ഞാൻ കേട്ടിട്ടില്ല പച്ചരി കൊണ്ട് ചോറ് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട് ഒരിക്കൽ. ഇവിടെ അടുത്ത് എൻ്റെ ഉമ്മക്കൊരു 20 സെൻറ്റ് സ്ഥലം 3 ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. ആ ക്വാർട്ടേഴ്സിൽ നിന്നിരുന്നൊരു താത്ത. ആ താത്തൻ്റെ ഹസ്ബൻഡ് ബാംഗ്ലൂരായിരുന്നു അന്നത്തെ കാലത്ത്. അത് ഏകദേശം എനിക്കൊരു 5-10 വയസ്സുള്ള സമയത്താണ്. അപ്പോൾ ബാംഗ്ലൂരിൽ ഈ ഒരു പച്ചരി ഉപ്പിട്ടിട്ടാണ് ചോറ് വെക്കുക, അങ്ങനെ ഒരു അറിവ് എനിക്കുണ്ട്. അല്ലാതെ ആരും ഞാൻ പച്ചരി കൊണ്ട് ചോറ് വെച്ചതായിട്ട് ഉണ്ടാക്കുന്നത് കാണുകയോ അല്ലെങ്കിൽ അതുണ്ടാക്കി കഴിക്കുകയോ ചെയ്യുന്നത് കണ്ടിട്ടില്ല, കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ അതുകൊണ്ട് നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വേവ് കുറവുണ്ടായിരുന്നു. ഇനി ഉച്ചക്ക് കഴിക്കുമ്പോൾ അറിയാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ പിന്നെ അങ്ങനെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ് പുതിയ വീട്ടിൽ വന്നു. പിന്നെ കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ പറയാനുള്ളത്, നമ്മളിപ്പോൾ കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് 4 പ്രാർത്ഥന പഠിച്ചു. കഴിഞ്ഞ ദിവസം ഇയ്യാക്ക നഅ്ബുദു വ ഇയ്യാക്ക നസ്തഈൻ എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നുള്ള ഒരു ആയത്താണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഗൈഡ് us ടു ദ സ്ട്രൈറ്റ് പാത്ത്, നമ്മെ നേരായ വഴിയിലേക്ക് നയിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് വായിച്ച് നോക്കുക. പിന്നെ മോള് ചെയ്തിരുന്ന ഫാബ്രിക് പെയിൻറ്റ്, കഴിഞ്ഞ മാസം ചെയ്തിട്ടുള്ള ഫാബ്രിക് പെയിൻറ്റ് അതൊന്ന് സെറ്റാക്കി ഫയലിൽ വെച്ചു. അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് പിന്നെ പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ വീടൊക്കെ ക്ലീനാക്കി. കയ്യിന് നല്ല വേദന ഉണ്ട് കേട്ടോ. അപ്പം അതിനുള്ള ഓയിൻമെൻറ്റൊക്കെ തേച്ചിട്ടുണ്ട്. പൊള്ളൽ എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു 2.5 വയസ്സിലാണ് എനിക്ക് ആദ്യമായിട്ട് പൊള്ളലേറ്റത്. അത് എൻ്റെ ഉമ്മൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഉമ്മൻ്റെ വീട് എന്നൊക്കെ പറയുന്നത് പഴയ 200 വർഷം പഴക്കമുള്ള വീടാണ്, അതിലധികം പഴക്കമുള്ള വീടാണ്. അപ്പോൾ അതിൻ്റെ മുറ്റം വലിയൊരു മുറ്റമാണ്. ആ മുറ്റത്ത് എൻ്റെ മൂത്തമ്മ, അതായത് ഉമ്മ, ഒരു കറുത്ത പൈപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് തന്നെ ഒരു പുഴയുണ്ട്. ആ പുഴയിൽ നിന്ന് ഉമ്മ എന്നെയും എൻ്റെ നേരെ അനിയനെ, എനിക്ക് 1.5 വയസ്സ് താഴെയാണ് അവനെ, ഞങ്ങളെ 2 പേരെയും കുളിപ്പിച്ചിട്ട് ആ പുഴൻ്റെ അടുത്ത് വീടിൻ്റെ വരാന്തയിൽ കൊണ്ടുവന്നിരുത്തി. അത് കഴിഞ്ഞ് ഉമ്മ ഓതെടുക്കാൻ എന്തിനാ പോയതാണ്, മഗ്‌രിബിൻ്റെ സമയമാണ്. അപ്പോൾ മുറ്റത്ത് ഈ ഒരു കറുത്ത പൈപ്പ് കത്തുന്നത് കണ്ടിട്ട് ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോയിരുന്നതാണ്. അപ്പോൾ അനിയനും അവിടെ വന്നിരുന്ന് ഒരു ഓലത്തുണ്ട് എടുത്തിട്ട് അതൊന്ന് തോണ്ടിയതാണ്. അത് നേരെ എൻ്റെ കാലിലാണ് വന്ന് പതിച്ചത്. അപ്പോൾ നന്നായിട്ട് പൊള്ളി വേദന എടുത്തിട്ട്, എനിക്കന്ന് 2-2.5 വയസ്സേ ഉള്ളൂ. സമയത്ത് വേദന എടുത്തിട്ട് സഹിക്കാൻ പറ്റാണ്ട് ഞാൻ ആ മുറ്റത്തൊന്നായിട്ട് ഇങ്ങോട്ട് ഓടിക്കറങ്ങി. വേദന കൊണ്ട് നമ്മളിങ്ങോട്ട് മറിയൂലേ, അങ്ങനെ ഓടി. ആ സമയത്ത് ഉമ്മ വന്നിട്ട് എന്നെ പിടിക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല, ഞാൻ അത്രക്ക് തിരിയായിരുന്നു. അങ്ങനെ ഉമ്മ എന്നെ എടുത്ത്, പിന്നെ ആ സമയത്ത് അത് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റിയൊരു ടൈമും അല്ല, അടുത്ത ഹോസ്പിറ്റലും ഇല്ല. അപ്പോൾ വെളിച്ചെണ്ണയും ഉപ്പും ഒക്കെ തേച്ച് സ്വലാത്തൊക്കെ ചൊല്ലി എന്നെ ഉറക്കി സമാധാനമായി, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ പഴയ കാലത്തൊക്കെ പൊള്ളലേറ്റാൽ അവർ ചെയ്യുന്നൊരു ഒറ്റമൂലി എന്ന് പറയുന്നത് കുറച്ച് വെളിച്ചെണ്ണ തേക്കും, ഉപ്പ് തേക്കും, അപ്പോൾ മാറും ചെയ്യും. ഉമ്മ പൊതുവേ ചെയ്യാറുള്ളൊരു പണിയാണ്, മാറലുണ്ട്, വേദനക്ക് ആശ്വാസം കിട്ടാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ പൊള്ളിയപ്പോൾ റണ്ണിങ് വാട്ടറിൽ കൈ വെച്ച് കുറേ നേരം അങ്ങനെ ഇരുന്ന്
അത് കഴിഞ്ഞിട്ടും ഒരു സമാധാനം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഉപ്പും തേച്ചു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അത് കഴുകി കളഞ്ഞ് പിന്നെ ഒരു ഓയിൽമെൻറ്റ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്, അതെടുത്തിട്ട് തേച്ചു. അപ്പോൾ അത് കാണിക്കാം. അപ്പോൾ ഇതാണ് ആ ക്രീം, സിട്രമൈഡ് ക്രീം എന്ന് പറഞ്ഞിട്ടുള്ളത്. വൂൺസ്, ബേൺസ്, സ്കാബ്സ് ഇതിനൊക്കെ തേക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓയിൻമെൻറ്റാണ്. ഈ ഒരു ഓയിൻമെൻറ്റാണ് ഞാൻ എൻ്റെ വിരലിൽ അപ്ലൈ ചെയ്തത്. ഒരു നേരിയൊരു ആശ്വാസം ഉണ്ട്. വിരൽ കണ്ടോ പൊള്ളിയത്. ഇത് ആവി എടുത്തിട്ടാണ് ഈ ഒരു വിരൽ ഇങ്ങനെ ആയിട്ടുള്ളത്. ഈ ചെറിയ വിരലും മോതിര വിരലും ചുവപ്പ് നിറമായിട്ടുണ്ട്, ഇങ്ങനെ പൊള്ളിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിരുന്ന കൊറിയൻ പ്രോഡക്ട്സ് ഇതാണ് കേട്ടോ, കണ്ടോ. ഇത് സ്റ്റെപ്പ് 9 ആണ്. ഓരോന്നിനും ഓരോ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. കൊറിയൻ ഫേസ് മസാജ് സിറം. പിന്നെ ഇത് ഇന്നലെ തേച്ച ബോട്ടിലാണ്. കൊറിയൻ ഹീലിംഗ് മാസ്ക്, കൊറിയൻ ഫേസ് ജെല്ല്, കൊറിയൻ ഗ്ലാസ് സ്കിൻ വൈറ്റനിങ്, കൊറിയൻ ഫേസ് വാഷ് പറഞ്ഞിട്ടൊരു ഇങ്ങനെ ഇതുപോലെ ഒരു 10 ബോട്ടിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഒരു 4 പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ഓരോ ദിവസവും ഓരോന്ന് യൂസ് ചെയ്യാമെന്ന് കരുതി. അതിൻ്റെ റിസൾട്ട് എങ്ങനെ വരുമെന്ന് അറിയില്ല. നല്ല റിസൾട്ട് വരട്ടെ. ടണ്ടടായി. അപ്പം എങ്ങനെയുണ്ട്? ഇന്നലേക്ക് കൊണ്ടുവന്ന ലഡുവാണ്. മാഷാ അല്ലാഹ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലഡു. അപ്പോൾ കൂടുതലൊന്നും ഞാൻ കഴിക്കില്ല, ഒരു ദിവസം ഒന്നേ കഴിക്കുള്ളൂ. ഒരു മധുരം മനസ്സിനൊരു റിലാക്സേഷനാണ് ഈ ഒരു മധുരം കഴിക്കുമ്പോൾ. അപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇന്നലെ ലഡു കൊണ്ടുവരും എന്നുള്ളത്. ഇന്ന് കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ കൊണ്ടുവന്നത്. ഇത് പിന്നെ നാത്തൂൻ്റെ മോന് കൊണ്ടുവന്ന സ്വീറ്റിൻ്റെ പെട്ടിയാണ്. അപ്പോൾ ഈ ഒരു മിഠായി കുറേ ഉണ്ടായിരുന്നു ഇതിൽ. എനിക്ക് ഈ മിഠായി ഇഷ്ടമല്ല, ഞാൻ ഈ മിഠായി കഴിക്കാറില്ല. ഇത് മോള് കഴിക്കും. പിന്നെ മോള് കഴിഞ്ഞ മാസം ചെയ്ത വർക്കാണ്. മാഷാ അല്ലാഹ്, കുട്ടികളുടെ വർക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മൾ ഇതിങ്ങനെ ചെയ്ത് പുതിയ പുതിയ ഡിസൈനായി ഇതിനെ കൂടുതൽ നല്ല രീതിയിലേക്ക് വരും. അപ്പോൾ എപ്പോഴും ഈ ഒരു വർക്ക് കുട്ടികൾ ചെയ്യണം, അപ്പോഴാണ് ഇതിൻ്റെ ഒരു പൂർണ്ണത, ഒരു ഭംഗിയൊക്കെ കിട്ടുക. പിന്നെ അപ്പോൾ കയ്യിൽ നല്ല വേദന എടുക്കുന്നുണ്ട്. ഇന്ന് ഡ്രസ്സൊന്നും കല്ലിലിട്ട് അലക്കാൻ പറ്റിയില്ല. അപ്പോൾ വാഷിംഗ് മെഷീനിൽ തന്നെ അലക്കിയിട്ട് പർദ്ദയാണ് പുറത്തിട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് 4 പർദ്ദ ഉണ്ട്. ഇതിൽ ഫസ്റ്റത്തെ പർദ്ദ എന്ന് പറയുന്നത് ഇതിലെ ഒരു ഫസ്റ്റ് പർദ്ദ, ഈ ഒരു ഇതിൻ്റെ സ്ലീവ് 3 ലെയറായിട്ട് വരുന്ന ഒരു പർദ്ദ. അതിന് നേരിയ സ്റ്റോണാണ് വരുന്നത്. ആ പർദ്ദ 2018 മേടിച്ചതാണ്. ഇത് എവിടെ നിന്നാണ് മേടിച്ചതെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല, ഇക്ക മേടിച്ചതാണ്. പിന്നെ രണ്ടാമതായിട്ട് കാണുന്ന ഒരു പർദ്ദ ഉണ്ടല്ലോ, ആ പർദ്ദ പ്ലെയിനാണ്, കോട്ടാണ്. ഇതിന് ബട്ടണൊന്നുമില്ല, ഫ്രണ്ട് ഓപ്പണാണ്. അപ്പോൾ ആ ഒരു പർദ്ദ ഞാൻ തയ്പ്പിച്ചതാണ്. തിരൂരങ്ങാടി ദുബായിൽ നിന്ന് തയ്പ്പിച്ചതാണ്, മോഡൽ പറഞ്ഞിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ ധരിക്കുമ്പോൾ അതിൻ്റെ മേലെ ഓവർ കോട്ടായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സ്കൂട്ടിമേലൊക്കെ പോകുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഇട്ടുന്നത്. അപ്പോൾ ഒരു ദിവസം താന്നൂർ പോയപ്പോൾ ആ പർദ്ദൻ്റെ അടി വീലിൽ കുടുങ്ങിയിട്ട് ചെറുതായിട്ടൊന്ന് കീറിപ്പോയി. അപ്പോൾ ബാക്കി ഭാഗം കട്ട് ചെയ്തിട്ട് അടിച്ചപ്പോൾ ആ വലിപ്പം കുറഞ്ഞു. പിന്നെ ഞാൻ ഉപയോഗിക്കാറില്ല. പിന്നെ ഏകദേശം ഒരു 2023 ആ ഒരു പർദ്ദ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഒരു കാപ്പി കളർ പർദ്ദ ഉണ്ടല്ലോ, അതും ദുബായിൽ നിന്ന് എടുത്തതാണ്. 2023
23-24 എടുത്തതാണ്. പിന്നെ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന പർദ്ദയാണ് ഈ ഒരു പർദ്ദ, ഈ സ്റ്റോൺ വർക്കിൽ. ഇതിൻ്റെ കംപ്ലീറ്റ് സ്റ്റോണാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പർദ്ദ ചെമ്മാട് ആയിഷയെന്ന് എടുത്തതാണ്. ആയിഷയിൽ അവിടെ പോയപ്പോൾ ഒരു കോട്ട് പർദ്ദ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഇട്ടപ്പോൾ വലുപ്പമില്ല. ഞാൻ ആ ഒരു മോഡലിൽ അവിടെ നിന്ന് തയ്പ്പിച്ചതാണ്. 2000 റുപ്പീസ് അതിന് വരുന്നുണ്ട്. അത് ഫ്രണ്ടിൽ ബട്ടണാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ 4 പർദ്ദകൾ. ഇതിലിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പർദ്ദ എന്ന് പറയുന്നത് ഈ ഒരു പർദ്ദയാണ്, 4ാമത്തെ പർദ്ദ, കാപ്പി പർദ്ദൻ്റെ അടുത്തുള്ള. പിന്നെ ഇതാണ് പർദ്ദ വിശേഷങ്ങൾ. പർദ്ദ ഇനിയും വേറെ ഉണ്ട് കേട്ടോ. ഞാൻ അതിനു മുമ്പ് യൂസ് ചെയ്തിരുന്ന പർദ്ദകളൊക്കെ ഉണ്ട്, അത് പിന്നീട് ഒരിക്കൽ കാണിക്കാം. ഇതിപ്പോൾ ഞാൻ അലമാരയിൽ വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു സ്മെല്ല് വന്നപ്പോൾ അലക്കിയിട്ടതാണ്. പിന്നെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, വർക്കുകളൊക്കെ ചെയ്തു. പിന്നെ ഞാൻ ഫാഷൻ മേക്കർ സ്റ്റിച്ചിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 10 ദിവസത്തെ വർക്കാണ്. 1000 റുപ്പീസാണ് വരുന്നത് ഫീസ്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റിച്ചിങ്, ഫാബ്രിക് പെയിൻറ്റിങ് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കില്ല് ഒന്നും കൂടെ ഇമ്പ്രൂവ്മെൻ്റ് ആവും. പിന്നെ ഹാൻഡ് ഐ കോർഡിനേഷൻ ഡെവലപ്മെൻറ്റ്, ഫൈൻ മോട്ടോർ സ്കില്ല് ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ, അതുപോലെ കോൺസെൻട്രേഷൻ കിട്ടാനൊക്കെ ഈ ഒരു വർക്ക് അല്ലെങ്കിൽ ഈ ഒരു പിന്നെ ആക്ടിവിറ്റി ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇന്നിപ്പോൾ രാവിലെ തന്നെ 5-6 പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, ക്ലയൻസാണ്. അങ്ങനെ ഓരോ ദിവസം കുറേ പേര് വിളിക്കും. മാഷാ അല്ലാഹ്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ പൊള്ളലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 9ാമത്തെ വയസ്സിൽ മുറ്റത്ത് ചമ്മൽ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്നറിയാതെ അതിൽ ചവിട്ടിപ്പോയി. പക്ഷെ അടയാളമൊന്നും വന്നിട്ടില്ല. പിന്നെ ചെറിയ ചെറിയ പൊള്ളലൊക്കെ ഉണ്ടാവും, അതൊന്നും സാധാരണ അടയാളം വരാറില്ല. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടുക്കളയിൽ ഈ അടുപ്പത്തെ പണിയെടുക്കുന്നത്. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ ഉമ്മയാണ് അടുപ്പത്തെ പണിയൊക്കെ എടുക്കാറ്. ഞാൻ സാധാരണ തട്ടിക്കൊട്ടി അടിച്ചു വരാ, തുടക്കുക, മുറ്റടിച്ചു വരാ, ഇങ്ങനെയുള്ള പണികളാണ് ഞാൻ സാധാരണ എടുക്കുക. പിന്നെ സ്നാക്സ് ഉണ്ടാക്കും. അപ്പോൾ ഈ അടുപ്പത്തെ പണി ഉമ്മ ഉണ്ടാക്കുക. പിന്നെ +2 പഠിക്കുന്ന സമയത്ത് പിന്നെ ഞാനൊരു 3:30 എണീറ്റ് കുളിച്ച് ഫ്രഷായി പഠിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 6 മണിൻ്റെ സമയത്ത് ചോറ് വെക്കും. എനിക്ക് മാത്രമുള്ള ചോറ് വെക്കും. അങ്ങനെ ചോറ് വെച്ചിട്ടുണ്ട് എന്നല്ലാതെ സാധാരണ ഉമ്മയാണ് ചോറ് വെക്കാറുള്ളത്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ചോറ് വെക്കലുണ്ട്. അടുപ്പ് കത്തിച്ചിട്ടാണ് ചോറ് വെക്കുക. അപ്പോൾ ഈ ചോറ് വെക്കുന്ന സമയത്ത് ഊറ്റാൻ നേരം പിന്നെ അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ നമ്മൾ തുടക്കൂലേ, ആ തുടക്കുന്ന സമയത്ത് എൻ്റെ കൈ പോയിട്ട് ആ ഒരു കുടുക്കമ്മ തട്ടും. അങ്ങനെ 3-4 തവണ തട്ടിയിട്ട് കയ്യിന് അടയാളം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അടയാളം കളയാൻ വേണ്ടിയിട്ട് ഞാൻ കോട്ടക്കൽ മിംസിൽ കോസ്മെറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓയിൽമെൻറ്റും ഒക്കെ തേച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊരു മാറ്റം വന്നിട്ടില്ല. അപ്പോൾ ആ കൈമേലൊക്കെ അടയാളം കാണുമ്പോൾ ഒരു വിഷമമാണ്. അപ്പം ഞാൻ എൻ്റെ സ്കിന്നൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ആളാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഉപ്പ ഒരു 5 വയസ്സ് വരെ അധികം എൻ്റെ ഉപ്പ കുളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പ കുളിപ്പിക്കുന്ന സമയത്ത് എൻ്റെ മേലൊന്നായിട്ട് സെയ്ത്ത് ഓയിൽ, പിന്നെ തലയിൽ ചെമ്പരത്തിയാതി എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച്, പിന്നെ സാൻഡിൽ സോപ്പോ താളിയൊക്കെ എടുത്ത് തേച്ച് കുളിപ്പിക്കാറുണ്ട്. സ്കിന്ന് ഡ്രൈ ആയിട്ടിരിക്കാറില്ല. പിന്നെ ഹോസ്റ്റലിലൊക്കെ പിന്നെ എൻ്റെ ഉമ്മ എന്നെ അധികം കുളിപ്പിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് സ്കിന്ന് എപ്പോഴും സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഹോസ്റ്റലിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് പിന്നെ നമുക്ക് ഈ ഓയിൽ തേക്കാനൊന്നും സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ സമയത്തൊന്നും തേക്കാറില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ സ്കിന്ന് നല്ല കെയർ ചെയ്യും. സ്കിന്നിലൊരു അടയാളം പോലും വരരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എപ്പോഴും ഈ പൊള്ളൽ വന്നിട്ട് എന്തെങ്കിലുമായിട്ടൊന്ന് പൊള്ളും, കയ്യിൽ അടയാളം വരും. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അപ്പോൾ ട്രീറ്റ്മെൻറ്റിനൊക്കെ നല്ല റേറ്റാണ്. അതിന് പറ്റിയൊരു നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ്. അടയാളങ്ങളൊക്കെ ഒന്ന്
കയ്യിൽ വന്നിട്ടുള്ള അടയാളങ്ങൾ, പൊള്ളിയിട്ടുള്ള അടയാളങ്ങൾ കാണുമ്പോൾ വിഷമം. പിന്നെ അങ്ങനെ പിന്നെ ഒരു ദിവസം പഴം പൊരിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തെറിച്ച് അങ്ങനെ പൊള്ളിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിത്തെറിച്ച് കണ്ണിലേക്കൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ റണ്ണിങ് വാട്ടറിൽ കഴുകിക്കളയും. അപ്പോൾ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല. ഇപ്പോൾ ലാസ്റ്റ് വിരൽ രണ്ടും പൊള്ളിയതല്ല, ആവി വന്നതാണ്. ആവി വന്നു കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ്, ഭയങ്കര പെയിനാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇൻഷാ അല്ലാഹ് നാളെ വരാം. ബൈ. അസ്സലാമു അലൈക്കും.